ഞാനിന്ന് രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ, ഭയങ്കര വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇതിന്റെ കളറൊക്കെ കാണുമ്പോൾ ഭയങ്കര സുന്ദരിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ ഈ പഴത്തിന്റെ ടേസ്റ്റ് മാത്രമേ ഇതിനുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താന്ന് ആദ്യം പറയാം. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, അത് ഞാൻ ഉടച്ചൊന്ന് പേസ്റ്റ് ആക്കി അതിലേക്ക് കുറച്ച് ഫാറ്റ് ഫ്രീ മിൽക്ക് ഒഴിച്ചു. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഞാൻ ചിയാ സീഡ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ, ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ. അപ്പം അതെടുത്തിട്ടുള്ളതാണ്. അതിനകത്ത് റോബസ്റ്റ പഴം അരിഞ്ഞിട്ടു. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ഞാൻ ഇതാണ് കഴിക്കാൻ പോണേ. വേണമെങ്കിൽ ഇതിനകത്ത് മധുരത്തിന് ഹണിയൊക്കെ ആഡ് ചെയ്യാം. ഞാൻ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കുറവാണ്, ബട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഇതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഹൈ ഫൈബർ റിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. ആ പഴം അരിഞ്ഞിട്ടുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ മധുരമുണ്ട്, അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് മധുരമൊന്നുമില്ല. ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പഴേ ഇഷ്ടപ്പെട്ടോ? അമ്മ ഇങ്ങനെ വന്ന് എന്നിട്ടൊരു അഭിപ്രായം പറയുമോ? അമ്മനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കി. അമ്മ ദേ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് നോക്കി ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് തന്നെ അമ്മ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. മധുരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് കഴിക്കാൻ പറ്റും എനിക്ക് തോന്നണേ. കാരണം ഇതിന് ടേസ്റ്റ് ഇല്ല, പ്യുവർലി ടേസ്റ്റ്ലെസ് ആണിത്. ഒരു വികാരവും ഇല്ലാത്തൊരു സാധനം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷെ വളരെ ന്യൂട്രീഷ്യസ് ആണ് കേട്ടോ. രുചിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര രുചിയായിട്ട് കൺസിഡർ ചെയ്താൽ കഴിക്കണം. അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇതൊന്നും കാണിച്ചും കഴിപ്പിക്കാൻ ശ്രമിച്ചും എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണം. എനിക്ക് ഇങ്ങനെയുള്ള സംഗതികൾ ഇഷ്ടമേ അല്ല. കഴിച്ചോ? ഞാൻ ആദ്യം അതിന്റെ മറുപടി പറഞ്ഞു. കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതായത് പുട്ട്, ഉപ്പുമാവ്, ഇഡലി, ദോശ, അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ കഴിക്കാം. ഇങ്ങനെയുള്ള സംഗതികൾ എന്നെ കഴിപ്പിക്കാന്ന് വിചാരിക്കണം. പിന്നെ ഓട്സ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, റാഗി കുറുക്ക് കഴിക്കും, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയുള്ള സംഗതികൾ കഴിക്കും. ഉച്ചയ്ക്ക് ഹെവി മീൽ ഉള്ളപ്പോഴൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിക്കാറ്. പക്ഷേ അത് ഹൈലി ന്യൂട്രീഷ്യസും ആയിരിക്കണം. ചിയാ സീഡ്സ് പിന്നെ അറിയാലോ, പല വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ കണ്ടന്റ് കൊണ്ടൊക്കെ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് കറക്റ്റ് അളവിൽ മാത്രമേ കഴിക്കാവൂ എന്നാണ് കേട്ടേക്കണേ കേട്ടോ. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഓൾസോ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഫ്രൂട്ടാണ്. പഴം പിന്നെ പറയണ്ടല്ലോ. അമ്മ ഓരോരോ സാധനങ്ങളായിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതെന്താ സാധനം? ഹാഫ് ഞാൻ എടുത്തു. ഇത് തേങ്ങാവെള്ളം ഇത് എവിടെ ഇരിക്കുന്നത്. പൊങ്ങ് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? മധുരം ഉണ്ട് കേട്ടോ.